നമസ്കാരം. 8300 കോടി രൂപയുടെ കോർപ്പറേറ്റ് തട്ടിപ്പ് കേസിൽ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ വ്യവസായിക്ക് 7.5 വർഷം തടവ്. ഹെൽത്ത് കെയർ ടെക്നോളജി കമ്പനിയായ ഔട്ട്കം ഹെൽത്തിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ ഋഷി ഷായെയാണ് അമേരിക്കയിലെ കോടതി ശിക്ഷിച്ചത്. കമ്പനി സഹസ്ഥാപകയും പ്രസിഡന്റുമായിരുന്ന ഇന്ത്യൻ വംശജ ശ്രദ്ധ അഗർവാളിനെയും കമ്പനി സിഇഒ ബ്രാൻഡ് പർഡി എന്ന വ്യക്തിയെയും കേസിൽ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ശ്രദ്ധ അഗർവാളിന് 3 വർഷം തടവും ബ്രാഡിന് 2 വർഷവും 3 മാസവുമാണ് തടവ് ശിക്ഷ. അടുത്തിടെ അമേരിക്കയിൽ നടന്ന ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പാണ് ഇതെന്നാണ് ഔട്ട്കം ഹെൽത്ത് തട്ടിപ്പിനെ വിശേഷിപ്പിക്കുന്നത്. ഊതിപ്പെരുപ്പിച്ച കണക്കുകളിലൂടെയും മറ്റും കമ്പനി ഇടപാടുകാരെയും നിക്ഷേപകരെയും കബളിപ്പിച്ചു എന്നാണ് കേസ്. ഗോൾഡ്മാൻ സാക്സ്, ഗൂഗിളിൻ്റെ മാതൃകമ്പനിയായ ആൽഫാബെറ്റ് തുടങ്ങിയ വൻകിട കമ്പനികളാണ് ഔട്ട്കം ഹെൽത്തിൽ നിക്ഷേപം നടത്തിയിരുന്നത്. അമേരിക്കയിലെ സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്താണ് ഋഷി ഷാ കോണ്ടെക്സ്റ്റ് മീഡിയ ഹെൽത്ത് എന്ന പേരിൽ കമ്പനി ആരംഭിക്കുന്നത്. ആരോഗ്യരംഗത്തെ പരസ്യ മേഖലയിൽ വൻ മാറ്റങ്ങളുമായിട്ടായിരുന്നു ഋഷി ഷായുടെ വരവ്. ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഡോക്ടർമാരുടെ പരിശോധനാ മുറിയിലും ടെലിവിഷൻ സ്ക്രീനുകളിലൂടെയും ടാബ്ലറ്റുകളിലൂടെയും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ചെയ്യുന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ബിസിനസ്. പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനികളായിരുന്നു ഇത്തരത്തിൽ ഷായുടെ കമ്പനി മുഖേന പരസ്യം നൽകിയിരുന്നത്. 2010 ഹെൽത്ത് കെയർ ടെക് മേഖലയിൽ ഋഷി ഷായുടെ കമ്പനി കരുത്തുറ്റ സാന്നിധ്യമായി മാറി. 2017 കോണ്ടെക്സ്റ്റ് മീഡിയ ഹെൽത്ത് കമ്പനി ഔട്ട്കം ഹെൽത്ത് എന്ന പേര് സ്വീകരിച്ചു. ഗോൾഡ്മാൻ സാക്സ്, ആൽഫാബെറ്റ് തുടങ്ങിയ വൻകിട കമ്പനികളുടെ നിക്ഷേപം ഒഴുകിയെത്തി. ഇതിനോടൊപ്പം ഋഷി ഷായുടെ ആസ്തിയും വർദ്ധിച്ചു. 2016 $4 ബില്യൺ, ഏകദേശം 33,000 കോടി രൂപയായിരുന്നു ഇയാളുടെ ആസ്തി. $10 മില്യൺ, ഏകദേശം 83 കോടിയോളം രൂപ വില വരുന്ന ആഡംബര വസതിയും പ്രൈവറ്റ് ജെറ്റും ആഡംബര നൗകകളുമൊക്കെ ഇയാൾ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ 2017 ഔട്ട്കം ഹെൽത്തിൻ്റെ തട്ടിപ്പ് സംബന്ധിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ ബിസിനസ് ലോകം ഞെട്ടി. അമേരിക്കയിൽ ഉടനീളം ആരോഗ്യ രംഗത്തെ പരസ്യ മേഖലയിൽ സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെട്ട കമ്പനിയുടെ പല കണക്കുകളും ഊതിപ്പെരുപ്പിച്ചതാണെന്നും ഇല്ലാത്ത സേവനങ്ങളുടെ പേരിലാണ് പണം കൈക്കലാക്കിയതെന്നുമായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഔട്ട്കം ഹെൽത്തിന് നൽകാൻ കഴിയുന്ന പരസ്യങ്ങളെക്കാൾ കൂടുതൽ പരസ്യം ചെയ്തതായി കാണിച്ച് പണം വാങ്ങുകയായിരുന്നു രീതി. ഇത് മറയ്ക്കാനായി കൃത്രിമമായി കണക്കുകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ വിവരങ്ങൾ കൈമാറിയെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കമ്പനിയുടെ ഇടപാടുകാരും നിക്ഷേപകരും നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങി. 2023 ഏപ്രിലിൽ ഋഷി ഷാ അടക്കം 3 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. തുടർന്നാണ് 3 പ്രതികൾക്കും കോടതി ശിക്ഷ വിധിച്ചത്.